അനുഗ്രഹത്തിന് ഇപ്പം നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് രോഗമാണെങ്കിൽ ആ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ ഇപ്പോൾ വേണ്ടല്ലോ, ഒരു പനി മതിയല്ലോ. നല്ലൊരു ഭക്ഷണം വെച്ചിരിക്കുകയാണ്, പനിയാണെങ്കിൽ കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഭക്ഷണം എന്നുള്ളത് അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകണം, അത് ആസ്വദിക്കാൻ പറ്റിയ. പനിയാണെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല, ഇല്ലേ? അപ്പം അനുഗ്രഹം കിട്ടിയത് കൊണ്ടും ആ അനുഗ്രഹത്തിൻ്റെ അനുബന്ധമായിട്ട് അനക്സറായിട്ട് വരുന്ന ഒരു ചുറ്റുപാട്, അനുകൂല ചുറ്റുപാടുകളുണ്ട് ജീവിതത്തിന്. ഈ ചുറ്റുപാടുകൾ ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ കൺട്രോൾ. അതാണ് പ്രശ്നം. ജീവിതത്തിൻ്റെ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, ഈ നമുക്ക് അനുഭവങ്ങൾ ആസ്വദിക്കാം. ചില സമയത്ത് അനുഭവങ്ങൾ നമുക്ക് ആസ്വാദ്യമല്ലാത്ത സമയത്ത് പ്രതികൂലമായ ചുറ്റുപാടുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് വിഷയം വരുന്നത്. ചുറ്റുപാടുകൾ ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ കൺട്രോൾ. അതൊരു സീരിയസ് വിഷയമാണ് ജീവിതത്തിൻ്റെ. നമ്മുടെ ഈ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ, എൻ്റെ സെക്കൻഡ് ഘട്ടത്തിൽ വരുമ്പോൾ ചുറ്റുപാടുകൾ, ഇപ്പോൾ നമ്മുടെ കുഞ്ഞിന് അസുഖമാണെങ്കിൽ നമ്മൾ അനിയത്തിൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. അനിയത്തിൻ്റെ കല്യാണം നമ്മൾ ഇങ്ങനെ ആറ്റുനോറ്റ് കാത്തിരുന്നതാണ്. കാര്യം നമ്മൾ കല്യാണം കഴിച്ച് പോകുന്നു, ഇനി അപ്പായുടെ ഒരു ബാധ്യതയും നമ്മുടെ ഒരു ബാധ്യതയാണ് അവളെ പറഞ്ഞു വിടുകയെന്ന്, അവളൊരു സേഫായിട്ടുള്ള സ്ഥലത്ത് വിടുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അപ്പം നമ്മളും അനിയത്തിയുടെ കൂടെ അവളുടെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പറ്റുന്നതൊക്കെ വേണം പൊന്നൊക്കെ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കൊടുത്ത് നമ്മളിങ്ങനെ ഭയങ്കര സന്തോഷത്തിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ കുഞ്ഞ് ഇന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഷോക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റത്തില്ല, സിറ്റുവേഷൻ മാറി. അപ്പോൾ അനിയത്തിൻ്റെ കല്യാണം ഒരു അനുഗ്രഹമാണെങ്കിലും നമ്മുടെ കുഞ്ഞിന് അസുഖം വന്ന കാരണം ഈ കല്യാണത്തിൻ്റെ സന്തോഷം നമുക്ക് കിട്ടണില്ല. ഈ കാലാവസ്ഥയെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യണത്? ഉടമ്പടി മനോഹരമായിട്ട് അഡ്രസ്സ് ചെയ്യും. ഇതിന് അനുഗ്രഹത്തിൻ്റെ സെക്കൻഡ് ഘട്ടം എന്ന് പറയുന്നത് അഭിഷേക തലമാണ്. അഭിഷേകം ഞാൻ എപ്പോഴും വളരെ തന്ത്രപൂർവ്വം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവാനുഭവ മേഖല ഈ അഭിഷേക തലമാണ്. കാര്യം നിങ്ങൾ ഈ അനുഗ്രഹ തലങ്ങളിൽ ഞാനിപ്പോൾ നിങ്ങളോട് ശാസിക്കും, ചിലപ്പോൾ നിങ്ങൾ തോന്നിയവാസമൊക്കെ ഞാൻ പറയും, നിങ്ങളെ ട്രെയിൻ ചെയ്യും. ഞാനിത് ഉദ്ദേശിക്കുന്നത് ഈ അനുഗ്രഹ തലത്തിൽ നിന്ന് നിങ്ങൾ തെറ്റുമാറി അഭിഷേക തലത്തിലേക്ക് വരണമെന്നാണ്. അഭിഷേക തലത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് എപ്പോഴും നമുക്ക് വേണ്ടത് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പകരം ദൈവത്തെ തന്നെ മനുഷ്യന് അനുഭവേദ്യമാകണം. ഈ ഒരു ഷിഫ്റ്റിംഗ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഉടമ്പടി ഭയങ്കര തന്ത്രപരമായ ക്ലാസ്സാണ്, പക്ഷേ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. എല്ലാവരും അനുഗ്രഹത്തെ ലെവലിൽ നിൽക്കുന്ന കാരണം, അനുഗ്രഹം കിട്ടുന്ന കാരണം അവരിങ്ങനെ സാക്ഷിയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് അനോയിൻറ്റിങ് ലെവലാണ്, അഭിഷേക തലമാണ്. അഭിഷേക തലത്തിൻ്റെ ടെക്നിക്കാലിറ്റി, എൻ്റെ ഒരു തന്ത്രമെന്ന് പറയണത്, ഒരു തന്ത്രജ്ഞാനം എന്ന് പറയണത്, അഭിഷേകം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ വസ്തു അല്ലെങ്കിൽ വിഷയം മാറിയിട്ട് വ്യക്തിയിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യണം. വ്യക്തി എന്ന് പറഞ്ഞത് ആരാണ്? ദൈവമായിരിക്കണം ഈ നമ്മുടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കാൾ നമുക്ക് പ്രാധാന്യമായിട്ട് വരേണ്ടത്. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചാലും കുഴപ്പമില്ല, അനുഗ്രഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് നിന്നെ വേണം, നീ എൻ്റെ കൂടെ താമസിക്കണം. അതാണ് വിഷയം. അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, പക്ഷേ ഷിഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചാൽ നമുക്ക് ഒരു ഉടമ്പടി 1-2 പുതുക്കി. ഇപ്പോൾ ദിവസങ്ങളിൽ വിനീഷ്യ എന്നും പറഞ്ഞൊരു മോളൊരു സാക്ഷ്യമുണ്ടായി. സിമ്പിൾ സാക്ഷിയാണ്, വലിയ സാക്ഷ്യമൊന്നും ഇല്ല അതിനകത്ത്. കാര്യം അവൾ ചെറുപ്പക്കാരുടെ സാക്ഷ്യം അത്ര ആഴപ്പെട്ട സാക്ഷ്യമൊന്നും അവർ പറയത്തില്ല, പക്ഷേ അവിടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പറയും. എനിക്ക് ചെറുപ്പക്കാരുടെ സാക്ഷ്യം ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ഈ ജീവിതവും
ലോകവുമായിട്ട് ഏറ്റുമുട്ടി പരിക്കേറ്റ വലിയ ദൈവാനുഭവത്തെക്കുറിച്ചൊന്നും അവർക്ക് അറിയത്തില്ലെങ്കിലും അവരുടെ എഡ്യൂക്കേഷൻ ലെവലിലെ കുറേ സാക്ഷ്യങ്ങൾ, പ്രൊഫഷണൽ ലെവലിലെ കുറേ സാക്ഷ്യങ്ങൾ പറയും. അത് യൂത്തിനത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കും. വിനീഷയുടെ സാക്ഷ്യം എന്ന്, വിനീഷ ഒരു മാസ്റ്റർ ഡിഗ്രി എടുത്ത ആളാണ്. പുള്ളിയുടെ ആധ്യാത്മിക നിലവാരം പുള്ളി പറയുന്നുണ്ട്. ഞാൻ കുടുംബ പ്രാർത്ഥനക്കൊന്നും ഇരിക്കത്തില്ല, മാതാവിനോട് പ്രത്യേക ഡിവോഷനൊന്നുമില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയണത്. അവിടെ ലെവൽ അതാണ്. ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ല. ഇരിക്കത്തില്ലെന്നല്ല, ഷീ ഹാസ് നോട്ട് ട്രെയിൻഡ് സച്ച് എ വേ. ആ രീതിയിൽ അവൾ ട്രെയിൻ ചെയ്തിട്ടില്ല. ട്രെയിൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിസബിലിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൾ ട്രെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇവരിങ്ങനെ ട്രെയിനിങ്ങിന് വിധേയമാകുന്ന ആളല്ല. അതുകൊണ്ട് അപ്പം പഠനം കേൾക്കത്തില്ല, അമ്മ പഠനം കേൾക്കത്തില്ല, പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ വരത്തില്ല, അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് അങ്ങ് ഇഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ കാര്യം, ദൈവത്തിന് പകരം നമുക്ക് വേറെ ഒന്നുമില്ല. അതാണ് അതിൻ്റെ അകത്ത് വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ നമുക്കിഷ്ടമുണ്ട് ഇഷ്ടമില്ല, താല്പര്യമുണ്ട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഈ മനുഷ്യന്മാർക്ക് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമെന്ന് ദൈവത്തിന് അറിയാം. കാര്യം മനുഷ്യന് ഓരോ സമയത്ത് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഈ ഹൃദയം ഇടിപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് കമാൻഡ് റെഗുലേഷൻ തരാഞ്ഞ കാര്യം അതാണ്. ഇപ്പം ചോറ് കഴിക്കണമെങ്കിൽ വാ പൊളിക്കാതിരുന്നു കഴിഞ്ഞാൽ ചോറ് കഴിക്കത്തില്ല, ഓക്കെ. പക്ഷേ എന്നാൽ നമുക്ക് കുറച്ച് നാൾ ജീവിക്കാൻ പറ്റും. ആരെങ്കിലും പിടിച്ച് തല്ലി നമ്മളെ തീറ്റിക്കുക ആൾക്കാർ. പക്ഷേ ഈ ഉദ്ദേശത്തിൽ തന്നെ കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യവും അധികാരവും ഹൃദയത്തിന് കൊടുത്തില്ലല്ലോ ദൈവം. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലേലും നമുക്ക് വരുന്ന പ്രശ്നം, ദൈവത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ദൈവത്തിന് പകരം നമുക്ക് എന്തെല്ലാം കാര്യമുണ്ട്. ഇപ്പം കിഡ്നിക്ക് പകരം കിഡ്നി വരാൻ പോകുന്നു അല്ലേ? പുതിയ കിഡ്നി ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ബ്ലഡ് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ നടക്കത്തില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഹൃദയം മാറ്റിവെക്കണ പോലെ ഇപ്പം കിഡ്നി മാറ്റിവെക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആടുകളിലും പൂച്ചകളിലും അതിൻ്റെ പരീക്ഷ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി മനുഷ്യരിലേക്ക് വരുമ്പോൾ വരുന്ന ഇടയ്ക്ക് ഈ നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കുന്നുണ്ട് കിഡ്നി. ദൈവം എന്തെല്ലാം ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരും. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്നെ സംഭവം, ദൈവം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവർ കണ്ടുപിടിക്കണതാണ് ചെയ്യണത്. അത് കണ്ടുപിടുത്തമല്ല, ഇറ്റ് ഈസ് ദെയർ, ഇവരുണ്ടാക്കിയതല്ല. ദൈവം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവർ കണ്ടുപിടിക്കുന്നു. നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പൊതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടി തുറന്ന് നോക്കുന്നു, അത്രേ ഉള്ളൂ. പെട്ടി തുറന്നും പറഞ്ഞ് ആ പൊതി ഉണ്ടാക്കിയ ആൾ വേറെയല്ലേ. അപ്പം അത്രയേ ഉള്ളു കാര്യങ്ങൾ. അപ്പോൾ ഈ വിഷയം അപ്പോൾ ഇങ്ങനെ ഓരോ സംഭവത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓരോ കാര്യത്തിന്, ഹൃദയത്തിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റും, കിഡ്നിക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയാലും ദൈവത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നീ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലേലും നിനക്ക് നഷ്ടം. നീ ഈ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ദൈവം, കർത്താവ് എന്താ പറഞ്ഞത്? എന്നെ കണ്ടെത്താൻ ഞാൻ നിന്നെ ഇടയാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം നൽകുന്നുണ്ട്. കണ്ടെത്തണോ വേണ്ടതെന്നുള്ളത് അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. ടേക്ക് ദ ബെഡ് ഫോർ, എന്നെ കണ്ടെത്താൻ ഞാൻ നിന്നെ ഇടയാക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. സന്തോഷത്തിന് കൈയടിച്ചുകൊണ്ട് ഒരുമിച്ച് പാടാം. നല്ല പ്രഭാതമാണ്. മഹത്വത്തിനായി ഒരുമിച്ച് പാടുക. രഘു ചെറുപ്പം മുതലേ വഴിയോരങ്ങൾ വൃത്തിയാക്കുകയും മാലിന്യം നീക്കം ചെയ്യുകയും ചെയ്യുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. എന്നും പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് തെരുവുകൾ മുഴുവൻ വൃത്തിയാക്കും. ഉച്ച കഴിഞ്ഞ് ക്ഷീണിച്ച വശനായിട്ടാണ് രഘു വീട്ടിലേക്ക് മടങ്ങിയിരുന്നത്. ദിവസവും 100 കണക്കിന് ആളുകൾ ആ വഴിയിലൂടെ കടന്നു പോകാറുണ്ടെങ്കിലും എന്നും അവിടെ വൃത്തിയാക്കുന്ന രഘുവിനെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. അയാളുടെ ജോലി ചെറുതായിരുന്നു, പക്ഷേ അധ്വാനം വളരെ വലുതായിരുന്നു. അമിതമായി അധ്വാനിച്ചിട്ടും ജീവിത ചെലവിനുള്ള പണം പോലും പലപ്പോഴും തികയാറില്ലായിരുന്നു. ഒരിക്കൽ റോഡിന് നടുവിൽ വലിയൊരു മാലിന്യ കൂമ്പാരം കണ്ടതിന്റെ പേരിൽ രഘു കുറ്റക്കാരനായി. മുനിസിപ്പാലിറ്റി അധികൃതർ എല്ലാ തെറ്റും രഘുവിൻ്റേതാണെന്ന് പറയുകയും 1 മാസത്തെ ശമ്പളം വെട്ടിക്കുറച്ചുകൊണ്ട് ഔദ്യോഗിക നോട്ടീസ് നൽകുകയും ചെയ്തു. വീട്ടിലെ കാര്യങ്ങൾ നേരത്തെ തന്നെ കഷ്ടപ്പാടിലായിരുന്നു.
കുട്ടികളുടെ ഫീസും പല ചരക്ക് സാധനങ്ങളുടെ വിലയും നൽകാൻ കഴിയാതെ വന്നതോടെ രഘുവിൻ്റെ കുടുംബം വലിയ പ്രതിസന്ധിയിലായി. മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ രഘു പരിചയമുള്ള ഒരാളോട് പണം കടം ചോദിച്ചു. ആദ്യം നൽകിയെങ്കിലും പിന്നീട് അയാൾ പണം നൽകാൻ വിസമ്മതിച്ചു. വാങ്ങിയ പണം തിരികെ നൽകാത്തതിനെ ചൊല്ലി വലിയ വഴക്കുകളുമുണ്ടായി. എങ്ങനെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചിന്തിച്ച് രഘു ആകെ തകർന്നുപോയി. അന്ന് രാത്രി ഫോണിൽ വീഡിയോകൾ കാണുന്നതിനിടയിലാണ് രഘു വിദ്യ ആപ്പിൻ്റെ പരസ്യം കാണുന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ടും പണമോ ബഹുമാനമോ ലഭിക്കുന്നില്ലെങ്കിൽ അത് ഗ്രഹദോഷം കാരണമാകാമെന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. അത് കേട്ടപ്പോൾ രഘുവിനൊരു വിശ്വാസം തോന്നി. ഉടൻ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. ആപ്പിലെ ജ്യോതിഷ വീഡിയോകളിൽ നിന്ന് തൻ്റെ ശനിദശ വളരെ ദുർബലമാണെന്ന് രഘു മനസ്സിലാക്കി. അതുകൊണ്ടാണ്